എടാ എൻ്റെ ഒരു കിടിലൻ ബിസിനസ് ഐഡിയ ഉണ്ട്. ഈ തിയേറ്ററിൽ കിടന്ന അലമ്പുകളുണ്ടെന്ന കുരുപ്പുകളില്ലേ, നമ്മൾ അവരെ പേരൻസിൻ്റെ എടുത്ത് പുറത്തു കൊണ്ടു, പിന്നെ വല്ല പാലോ പപ്സോ മുട്ടായിയോ എന്തിനും കൊടുത്തങ്ങ് സമാധാനിപ്പിക്കും. എന്നിട്ട് നമ്മൾ അവരെ അങ്ങ് ടേക്ക് കെയർ ചെയ്യും. ആ മുളക് പൊടി ഇങ്ങെടുത്തേ. ആ മല്ലിപ്പൊടി ഇങ്ങെടുത്തേ. ആ മസാലപ്പൊടി ഇങ്ങെടുത്തേ. ഡി എന്തുവാടി ഇത്? സോറി. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഏയ് ഞാൻ വെറുതെ ചാറ്റ് ചെയ്യാം. എന്താണ് പുതിയ മാച്ചിങ് എങ്ങാനും ആണോ? നിനക്ക് ഇന്നലെ ഞാൻ കാണിച്ചു തന്നില്ലേ ഒരു സിദ്ധാർത്ഥ്, അവൻ തന്നെയാ. ഓ ഓ ഓ എന്നിട്ട് എന്താ വളയോ? വളയോന്ന് നോക്കാം, ഇല്ലെങ്കിൽ ഞാൻ കളയും. എന്നിട്ട് നമ്മുടെ ബിസിനസ് ഇങ്ങനെ വളർത്തിക്കൊണ്ട് വരും. പക്ഷെ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, ആപ്പിനി വരണം. മൂത്രത്തിൻ്റെ അരിമണം ഞാൻ നോക്കിക്കോളാം. ഉണ്ണിമൂത്രം പുണ്യാഹമാണല്ലോ. എടാ ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ? പിന്നെ പറഞ്ഞോ. ഇനി വല്ല ട്രൂ ലവങ്ങാനും ആണോടേ? നിനക്കങ്ങനെ വല്ലതും തോന്നുന്നുണ്ടോ? അങ്ങനെ വല്ല സംഭവിക്കണമെങ്കിലേ ശാലിനി ചാവണം. എന്തോന്നും പറയാത്തെ? താൻ സ്റ്റാർട്ട് ചെയ്. എടോ താനോട് ഫ്ലോട്ട് ചെയ്യായിരുന്നോ? അല്ല അന്നങ്ങനെ അല്ല, തൻ്റെ ചാറ്റൊക്കെ കണ്ടാ അങ്ങനെ തോന്നും. ഇല്ലില്ല, ഫോട്ടോ കണ്ട് ഒരു ക്രഷൊക്കെ തോന്നിയെന്നല്ലാണ്ട് വേറൊന്നുമില്ല. ഓ ഓക്കെ. തനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടോ? ഇല്ല. അപ്പം ഇപ്പം ഉണ്ടോ? ഇല്ല, ഫസ്റ്റ് ഇതാ. ഓ ഓക്കെ. ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം ഓപ്പണായിട്ട് പറയാം. എനിക്ക് ഈ കല്യാണം, റിലേഷൻഷിപ്പ് ഇതിലൊന്നും ഒരു വിശ്വാസമില്ല. ഇനി തൻ്റെ മനസ്സിൽ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നമുക്കിത് ഇപ്പം തന്നെ നിർത്താം. നമ്മളിപ്പം ജസ്റ്റ് കണ്ടിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ആദ്യമേ തന്നെ അതിനെപ്പറ്റി ആലോചിക്കേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് ജസ്റ്റ് ഫ്രണ്ട്സൊക്കെ ആയിട്ടിരുന്ന് വർക്കാവുമെങ്കിൽ ആലോചിച്ചാൽ പോരെ? ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഓക്കെ. എടോ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ലേറ്റായി. ഞാൻ പൊക്കോട്ടെ? പോണം. ഇതിൻ്റെ ബില്ല് അത് ഞാൻ കൊടുത്തോളാം. ശരി. പോണല്ലേ? മര്യാദക ലിവിങ്ങിൻ്റെ കാര്യം പറഞ്ഞാൽ മതിയായിരുന്നു. പറയായിരുന്നോ? വന്ന് ഊബർ കാശെങ്കിലും മുതലാക്കായിരുന്നു. പറഞ്ഞില്ലെങ്കിൽ ഇനി റിഗ്രറ്റ് അടിക്കുമോ? പറയാം. എടോ ഞാൻ എന്താ ഉദ്ദേശിച്ചെന്നറിയോ? എനിക്ക് ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഫുൾ ഡിപ്രഷനിലായിരുന്നു. അപ്പം എനിക്ക് എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ വേണ്ടേ. തന്നെ കണ്ടപ്പോൾ എനിക്ക് കറക്റ്റ് അതിന് ആപ്റ്റാന്ന് തോന്നി. അതാ ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ
നമ്മളിപ്പം ഫ്രണ്ട്സ് ആയല്ലോ, അപ്പോൾ തനിക്ക് എന്നോട് എന്തുകൊണ്ടും തുറന്നു പറയും. ഓ ഫ്രണ്ട്സ് ഓക്കെ, ഈ ഫ്രണ്ട്സിനെക്കാട്ടിലും കുറച്ചുകൂടി ക്ലോസ് ആയിട്ട്. മനസ്സിലായോ? താല്ലേ പറഞ്ഞ ലവും മാരേജൊന്നും വേണ്ടെന്ന്, അതിൽ കൂടുതൽ ഇപ്പം എന്ത് ക്ലോസ്? ഓ ഈ പൊട്ടനെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്നറിയോ? എന്താ? ഈ ഈ ലിവിങ് ടുഗെദർ. ഓ ലിവിങ് ടുഗദർ. ഓ സോറി, തനിക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട. എനിക്ക് നല്ല ഇഷ്ടമുണ്ട്. ഓക്കെ. സത്യം പറഞ്ഞാൽ ഞാനും തന്നെ പോലൊരു ഡിപ്രസീവ് സ്റ്റേറ്റിലായിരുന്നേ. ഈ ഡിപ്രഷനൊക്കെ അടിച്ച് പണ്ടാരടങ്ങിയിരുന്നപ്പോഴാണ് ഏതൊരു ഡേറ്റിംഗ് ആപ്പിൽ നിന്ന് അവരെ കസ്റ്റമർ കെയറൊക്കെ വിളിച്ച് ഈ ലിവിങ് ടുഗദർ എന്നൊക്കെയുള്ള ഐഡിയ എന്നോട് പറഞ്ഞു. ഞാൻ ആലോചിച്ചപ്പോൾ അത് വർക്കാവും തോന്നി. ഞാനത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വന്നപ്പോഴത്തേക്കും താനാദ്യമേ ലവ് മാരേജ് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കളിയാണ് പോയി. ഞാൻ ഇൻട്രസ്റ്റഡ് ആണ് ലിവിങ് ടുഗദർ. ഓക്കെ. ഓക്കെ. പക്ഷേ ഒരു കണ്ടീഷൻ, നോ കമ്മിറ്റ്മെന്റ്സ്. ഇല്ല. ഉറപ്പാണല്ലോ? ഉറപ്പാണ്. പിന്നെ എൻ്റെ ലൈഫ് അതിൽ കുറേ കാര്യങ്ങളുണ്ട്. ആ ബോർഡർ കടന്ന് താൻ ഇങ്ങോട്ട് വരരുത്, എനിക്കത് ഇഷ്ടമല്ല. ഏ ഉറപ്പാണോ? ആ ഓക്കെ, എന്നാൽ ഞാൻ ഒന്ന് ആലോചിച്ചിട്ട് പറയാം. പെട്ടെന്ന് പറയുമല്ലേ? ചേട്ടാ, ഇപ്പൊ തനിക്കായി എത്ര അത്യാവശ്യം? ഞാൻ പറയാം, വിളിക്കാം. വേഗം വിളിക്കായിരിക്കുമല്ലേ? വിളിക്കാടോ. ഓക്കെ. എന്നാ ഞാൻ പോട്ടെ. ഓക്കെ. ഓക്കെ, നൈസ് മീറ്റിംഗ് യു. ഓക്കെ. അപ്പോൾ ശരി, ഇതിൻ്റെ ബില്ല് ഞാൻ അവിടെ കൊടുത്തോളാം. ഓക്കെ, ബൈ. ബൈ. യെസ് യെസ് സെറ്റ്. അപ്പോൾ ഇതൊക്കെയല്ലേ ഈ ലിവിങ് ടുഗദറിൻ്റെ മാജിക് മൊമെന്റ്സ്. നൈസ്, ഐ ലൈക്ക് ഇറ്റ്. കാക്കകൾ കുതിക്കുന്നില്ല. പറഞ്ഞേക്കാട്ടിൽ 5 മിനിറ്റ് മുമ്പ് എത്തിയല്ലോ. ഈ ടൈമിങ്ങിൻ്റെ കാര്യത്തിൽ ഞാൻ ഭയങ്കര പെർഫെക്റ്റ്. പറഞ്ഞ ആയിരിക്കും ഓർമ്മ ഉണ്ടല്ലോ, ഹസ്ബൻഡ് വൈഫ് ഫാമിലി, വേറൊന്നും അവിടെ പോയി പറയരുത്, ബബബ അടിക്കരുത്. ഓക്കെ, പോവാം. പോം. കയറുക. ഇതാർക്കാ? തനിക്ക്. ഞാൻ മേക്കപ്പ് ഇട്ട ഹെൽമെറ്റ് ഒന്നും വെക്കൂല. ഹലോ, എൻ്റെ ഒപ്പം ബൈക്കിന് വന്നോന്നുണ്ടെങ്കിൽ ഹെൽമെറ്റ് വെച്ചിരിക്കും. ഉറപ്പാ? ആ ഉറപ്പ്. എന്നാലേ ഞാൻ വല്ല ഓട്ടോ പിടിച്ച് വന്നോളാം. ഈ സേഫ്റ്റിയുടെ കാര്യത്തിൽ ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. പറ്റൂല്ലെങ്കിൽ ഇപ്പൊ പറ, ഈ പ്ലാൻ ഇവിടെ ഡ്രോപ്പ് ചെയ്യാം. ഇപ്പൊ തന്നെ ഇങ്ങനെയാണെങ്കിൽ ഓരോരോ ശല്യങ്ങള്. വേണമെങ്കിൽ ഇത് വെച്ചോട്ടെ, ഇത് കുറച്ച് ഫ്രീക്കാ. വേണ്ട, എന്റെ മേക്കപ്പ് എങ്ങാനും പോയാണ്ടല്ലോ. ആ റൂം എനിക്കിഷ്ടായി, അതെന്റെ റൂം. ഇത് വേണമെങ്കിൽ നിന്റെ റൂം ആക്കിക്കോ. അല്ല, നമുക്ക് ഒരുമിച്ച് നിന്നാ പോരെ? അയ്യടാ, അതൊന്നും വേണ്ട, സെപ്പറേറ്റ് ആയിട്ട് നിന്നാ മതി. അപ്പൊ ഈ അയൽവാസികളായിട്ട് ജീവിക്കണേനാണ് ഈ ലിവിങ് ടുഗദർ എന്ന് പറയുന്നത്? പതുക്കെ പറ, അയാൾ കേൾക്കും. എന്തോ നീ വന്നേ, അവിടെ വരെ പോയിട്ട് വരാം. ഫ്ലാറ്റ് ഇഷ്ടപ്പെട്ടോ? കുഴപ്പമില്ല, പക്ഷെ റെന്റ് ഇച്ചിരി കൂടുതലാണല്ലോ. കൂടുതലാ. അതവിടെ നിൽക്കട്ടെ,
നിങ്ങൾ ശരിക്കും ഹസ്ബൻഡ് ആൻഡ് വൈഫാണോ? എന്താ അങ്ങനെ ചോദിക്കണേ? അല്ല, 2 മുറിയെന്ന് പറയുന്നുണ്ടായിരുന്നു. ചേട്ടാ, അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളല്ലേ? അതെ അതെ അതെ. എന്നാലും അത് ശരിയല്ലല്ലോ. 2 മുറി 2 കട്ടില് ഹസ്ബൻഡും വൈഫും ആകുമ്പോൾ. അത് ചേട്ടാ, ഈ ദാമ്പത്യ ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ തട്ടലും മുട്ടലുകളൊക്കെ ആയിട്ട് എങ്ങനെ? അല്ല, ഈ ദാമ്പത്യ ജീവിതം എന്നൊക്കെ പറയുമ്പോഴേ പല പ്രശ്നങ്ങളൊക്കെ കാണുമല്ലോ. അപ്പോൾ ഈ അങ്ങനെ അതെ അതെ. ഇത്തരം സന്ദർഭങ്ങളിൽ ഞാനും വരാന്തയില്ല. ഇപ്പോഴെങ്ങനെ ഇത് ഉറപ്പിക്കണോ? ഉറപ്പിക്കുക. പക്ഷെ മറ്റേ റെന്റിന്റെ കാര്യം വിട്. പക്ഷെ ഫ്ലാറ്റ് കൃത്യമായിട്ട് നന്നായിട്ട് സൂക്ഷിക്കണം. ഓക്കെ. ഓണർ കുര്യച്ചൻ്റെ വൈഫിന്റെ മെമ്മറീസ് ഉള്ള ഫ്ലാറ്റാ. എന്താ അവരിവിടെ കിടന്നാണ് മരിച്ചേ? അങ്ങനില്ല, അതും കാനഡയില്. പിന്നെ ഈ വെക്കേഷനിൽ അവരുടെ ഒന്ന് താമസിക്കുമായിരുന്നു. ഇങ്ങനെ താമസിക്കുന്ന സമയത്തുള്ള കുഞ്ഞു കുഞ്ഞ് മെമ്മറീസ്. അതെ, അതല്ലേ. ആ മെമ്മറിയൊക്കെ ഞങ്ങൾ കാത്തു സൂക്ഷിച്ചു. അതുകൊണ്ട് മാത്രമാ ഫാമിലിക്ക് കൊടുക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് എന്തെങ്കിലും അലമ്പ് കാണിച്ചാ അങ്ങേര് വന്ന് കൊന്നിട്ടൊക്കെ പോകും. അപ്പോൾ എങ്ങനെ ഉറപ്പിക്കല്ലേ? ഓർപ്പിക്കാം. വെറുതെ അല്ല മോക്കിത്ര ഇളക്കം. എന്നിട്ട് എന്തായി? എന്താവാൻ, ഒരു ഫ്ലാറ്റ് കിട്ടി, സെറ്റായി. അല്ല, ഇത്ര പെട്ടെന്ന് വേണമായിരുന്നോ തീരുമാനം? കുറച്ചും കൂടി ഒന്ന് ആലോചിച്ചിട്ട് പോരെ? എന്താ നീയല്ലേ പറഞ്ഞ ലിവിങ് ടുഗദർ ഭയങ്കര സൂപ്പറാന്ന്? ഞാനിവിടെ ഒന്ന് എൻജോയ് ചെയ്യട്ടെ. അത് പിന്നെ ഞാൻ വിചാരിച്ചു നീ ഇത്ര പെട്ടെന്ന് തീരുമാനമൊക്കെ എടുക്കുമെന്നു. ഞാൻ വിചാരിക്കുന്നത് ഒന്നും കൂടിയൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യുന്നതായിരിക്കില്ലേ ബെറ്റർ? ചാവാൻ നിന്നാ ഞാൻ ഇനി എന്താലോചിക്കാനാ? ഒന്നും ആലോചിക്കാല്ല. അതുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ലൈഫിലൊരു അനുഭവം നന്നായിട്ടുണ്ടല്ലോ. ഇനിയൊരു തീരുമാനമൊക്കെ എടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് മനസ്സിലാക്കി എടുക്കുന്നതായിരിക്കില്ലേ ബെറ്റർ? മനസ്സിലാക്കിയിട്ട് ഇപ്പൊ മല മറച്ചല്ലോ. ആ ഡേവിഡിനെ എൻ്റെ കൈ കിട്ടിയുണ്ടല്ലോ, അവനെ ഞാൻ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലും, പട്ടി. അതൊക്കെ പോട്ടെ, എപ്പോഴാണ് ഷിഫ്റ്റ് ചെയ്യുന്നേ? നാളെ. എടാ, നാളെയോ? അതെ. അതെന്തൊരു പോക്കോടാ. എൻ്റെ പൊന്നാളിയാ, ഒന്ന് ആലോചിക്കാനോ ക്ഷമിക്കാനുള്ള സമയം എനിക്കില്ല. ഐ എം റിയലി സോറി. എടാ, ലൈഫിൽ ഇങ്ങനെ ഒരു ഇമ്പോർട്ടൻ്റ് ഡിസിഷൻ എടുക്കുമ്പോൾ 100 അല്ല 1000 തവണയെങ്കിലും ആലോചിക്കണം. ഡേയ്, ഒരുത്തി കാരണം ഇവിടെ കിടന്ന് മോങ്ങിയതില്ലയോ? അതുകൊണ്ട് നമുക്ക് 2 പേർ കൂടെ ഒന്ന് ആലോചിച്ച് പതിയെ പോയാൽ പോരെ? ഓ വേണ്ട. എൻ്റെ പൊന്നാളിയാ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആലോചിച്ചെടുത്ത തീരുമാനം എന്താണെന്ന് അറിയോ? എൻ്റെ കല്യാണം. എന്നിട്ട് അതെന്തായി? മൂഞ്ചി ആണോ? അപ്പോൾ അതിനും വലുതൊന്നും എനിക്കിനി വരാനില്ല. ഇനി എൻ്റെ ജീവിതത്തിലെ എയിം എന്താണെന്നറിയോ? എന്നെ ഈ അവസ്ഥയിലാക്കി മറ്റേ ലവളില്ലേ, ലവളുടെ കല്യാണത്തിന് മുന്നേ എനിക്ക് അവളൊന്ന് ഞെട്ടിക്കണം. അങ്ങനെ ചുമ്മാ ചീളി ഞെട്ടിക്കലൊന്നുമല്ല, നല്ലൊരു അടാറ് ഞെട്ടിക്കൽ. അപ്പം നീ പോവാന്ന് തന്നെ ഉറപ്പിച്ച്? ഉറപ്പിച്ച്. എടാ, ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോടാ. നീ നോക്കിയോ, നാളത്തെ പ്രഭാതം അത് സിദ്ധാർത്ഥൻ്റെ ആയിരിക്കും. നീ കൈയാണിച്ച്, നീ ഇതൊക്കെ അടിച്ച് ഇവിടെ ഇരിക്കും. ഓക്കെ മൈ ബോയ്. അവന് വീണ്ടും പെണ്ണ് സെറ്റായി. സ്പ്രേ ഞാൻ ഈ ഒറ്റ കൊടുക്കണമല്ലോ. അയ്യോ, ഹലോ. ഹലോ, എടി നീ സിദ്ധാർത്ഥന്റെ സ്റ്റോറി കണ്ടായിരുന്നോ? ഇല്ല, എന്തേ? നീ കയറി നോക്ക്. നീ എന്തായാലും അത് ഒഴിവാക്കിയത് നന്നായി കേട്ടോ. എടാ, ഒരു മിനിറ്റ്, ഞാൻ വിളിക്കാവേ. നമ്മുടെ കല്യാണത്തിനെ അച്ഛൻ കാറ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് കാറാ ചേട്ടാ വേണ്ടത്? ഇതാരാ ഫോട്ടോ ചേട്ടാ? ഇതെൻ്റെ ഒരു ഫ്രണ്ടാ. നല്ല ക്യൂട്ട് കപ്പിൾസ് അല്ലേ? ഇതാണോ ക്യൂട്ട് കപ്പിൾസ്? ബ്ലഡി ക്യൂട്ട്. നമുക്കേ ഇനി എൻഗേജ്മെൻറ്റോ ഫങ്ഷൻസ് ഒന്നും വേണ്ട. ലെറ്റ്സ് മൂവ് ടു ഡയറക്റ്റ് മാരേജ്. ഞാൻ വീട്ടിൽ വിളിച്ച് സെറ്റ് ചെയ്തു. ശരിക്കും? ഒരു പണിപാളി പോലെ തോന്നുന്നുണ്ടോ?
ആ ഞാനിവിടെ എത്തിയായിരുന്നു കേട്ടോ. ആ അന്ന് സ്റ്റോറി ഇട്ട നാട്ടുകാരെ അറിയിച്ചില്ലയോ? ആ കൂടെ ഞാനും അറിഞ്ഞായിരുന്നു. ആ കണ്ടല്ലേ. പിന്നെ അളിയാ, ഞാനൊരു ആവേശത്തിന് അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചെന്നുള്ളൂ. എനിക്കിവിടെ വന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു ഐഡിയ ഇല്ല. എടി ഇതിലിപ്പം ഞാനെന്ത് പറയാനാ? അത് ഓക്കെ, പക്ഷെ ഇത്ര പെട്ടെന്ന് അറിഞ്ഞ ഒരാളല്ലേ, അതിൻ്റെ ഒരു പേടി. ഇതൊക്കെ അറിഞ്ഞിട്ടല്ലേ നീ അങ്ങോട്ട് പോയത്? പിന്നെന്താ? എടി അതൊക്കെ ശരിയാണ്, പക്ഷെ എനിക്കിത്ര കുറച്ചല്ലേ അറിയുള്ളൂ, അതിൻ്റെ ഒരു ടെൻഷൻ. ഓഹോ, അതിനിപ്പോൾ ഞാനെന്ത് വേണം? എനിക്കിവിടെ പറ്റുമെന്ന് തോന്നലടാ. ഞാൻ നിൻ്റെ അടുത്തോട്ട് തന്നെ തിരിച്ചു വരട്ടെ? സോറി അളിയാ, നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ലേ? ആ പോക്ക് കണ്ടപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായതാണ്. അതുകൊണ്ട് ഞാൻ പുതിയൊരാളെ സെറ്റാക്കിയിട്ടുണ്ട്. നീ എന്താളെ ഇങ്ങനെയൊക്കെ പറയണേ? ഇനി ഇങ്ങനെയൊക്കെയാണ്. പിന്നെ ഞാൻ ഒരു ഡൗട്ട് ചോദിക്കട്ടെ, നീ ലിവിങ് ടുഗദറൊക്കെ ചെയ്തതല്ലേ, അപ്പോൾ നിനക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ. എന്തായിരിക്കും അടുത്ത സ്റ്റെപ്പ്? എന്ത് സ്റ്റെപ്പ്? നീയല്ലേ പറഞ്ഞ ആരുടെ കൂടെ ലിവിങ് ടുഗദറൊക്കെ ചെയ്തിട്ടുണ്ടെന്ന്? ഓഹോ, എന്നെ പറ്റിച്ചാണല്ലേ? അറ്റ്ലീസ്റ്റ് ഞാൻ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയയിലും പറഞ്ഞു. ഒരു ഐഡിയ ഇല്ലളിയാ, ഇതുവരെ നീ ഒറ്റയ്ക്ക് എത്തിയില്ലയോ? ഇനി അങ്ങോട്ടും നീ ഒറ്റയ്ക്ക് ആലോചന ചെയ്താൽ മതി. ആ ബെസ്റ്റ് ആളെ വിളിച്ചത്. നമ്മളെന്തായാലും ഒരു ലിവിങ് ടുഗദറൊക്കെ തുടങ്ങാൻ പോവല്ലേ, ഐശ്വര്യമായിട്ട് പാല് വെച്ച് തുടങ്ങിയാലോ? ആവോ ആവോ. ഇങ്ങനെ ഇങ്ങനെ ആടാ, ഞാൻ ശനിയാഴ്ച വരുന്നുണ്ടാവില്ല കേട്ടോ. ഈ പാല് കറക്കാൻ എന്തായിരിക്കും ഇത്ര ടൈം എടുക്കണേ? പാലായതുകൊണ്ടാവും. എന്തത്? അയ്യോ, ഒന്ന് മാറോ, ഒരു മിനിറ്റ്. നല്ല കോമഡി ആയിരുന്നു, ചിരിക്കാൻ പറ്റുക. ഒന്നുകൂടി മാറോ. ആ ഓക്കെ. എവിടെയാണോ എന്താ നോക്കണേ? സ്പൂണ്? ആ കിട്ടി കിട്ടി കിട്ടി. എന്താല്ലേ, എവിടെയാ കിടന്നിരുന്നത് നമ്മൾ? എത്ര പെട്ടെന്ന് ഒന്നേ. ഇന്ന് പാല് വാങ്ങിയത് ഞാനാണ്, നാളെ നീ വാങ്ങണം. വാങ്ങാം. ഇതൊന്ന് നോക്കണേ, ഇപ്പൊ വരാം. എന്തിപ്പോ ചെയ്യാ? ഐഡിയ ഐഡിയ ഐഡിയ. പഞ്ചസാര. ഓക്കെ, പഞ്ചസാര പഞ്ചസാര. എന്തൊരു ഒരു കൂടി കൂടി. തന്നോട് ആരാ പാല് പഞ്ചസാര ഇടാൻ പറഞ്ഞേ? നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ടൈമിങ്ങിൽ ചെയ്യണം, എന്നാലും ഒരു പെർഫെക്ഷൻ ഉണ്ടാവുള്ളൂ. എന്താ അമ്മേ? എടാ എടാ, എനിക്ക് പാല് പഞ്ചസാര ഇടുന്ന ഇഷ്ടല്ല. നീ തന്നെ കുടിച്ചോ.